നമ്മൾ മറ്റേ 12th ഫെയിൽ സിനിമയിൽ കണ്ട പോലെ ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ഇതൊരു കടലാന്നറിഞ്ഞത്. എത്ര പിള്ളേർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ ലെവല്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷനായി. അയ്യോ, പക്ഷേ എങ്കിലും എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹായ് ആസ്പിരൻസ്, എൻ്റെ പേര് അഭിരാം ഭരത് സിനൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ നിന്നാണ് ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഗ്രാജുവേഷൻ്റെ സമയത്തേ നമുക്ക് ഒരു ചിന്ത ഉണ്ടായിരിക്കും, അടുത്തത് ഇനി എന്ത് പഠിക്കണം. അപ്പോൾ അപ്പോഴേ ഞാൻ അങ്ങനെ റിസർച്ച് ഉണ്ടായിരുന്നു, എന്തെടുക്കണം, ഏതെടുക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ബാങ്കിങ് എക്സാംസ്, അതുപോലെ SSC അതുപോലത്തെ എക്സാമിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തതിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പഠിത്തത്തിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് തോന്നുന്നത് ബാങ്കിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അടുത്തത് ബാങ്കിങ് എടുക്കാം. ബാങ്കിങ് പിന്നെ അടുത്ത എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം, അതുപോലെ തന്നെ എവിടെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കി, യൂട്യൂബിൽ നോക്കി. അപ്പോഴെങ്കിൽ എനിക്ക് കിട്ടിയത് ICD. എല്ലായിടത്തും ICD എന്നുള്ളൊരു പേരായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും തോന്നിയ ICD നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേരുടെ വീഡിയോസ് ആണെങ്കിലും അവർ ICDനെ കുറിച്ച് പറയുന്നതും അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുന്നതെല്ലാം കേട്ടപ്പോൾ ICD നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രാജുവേഷൻ്റെ സമയത്ത് എനിക്കുണ്ടായിരുന്നു ICDയിലേക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേരാം, വേറെ ഒന്നിനും നിൽക്കണ്ട, PGക്കൊന്നും പോകണ്ട, എത്രയും പെട്ടെന്ന് ഒരു സ്റ്റേബിളായിട്ട് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോലി, അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ICD ചൂസ് ചെയ്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ നേരെ ICDയിലേക്ക് പോന്നു. ഇവിടുത്തെ അടുത്ത ബാച്ച് എപ്പോഴാണോ അപ്പോൾ ചേർന്നു, സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് 6 മാസത്തിലേ നമുക്ക് ജോലി കിട്ടാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, എന്താണ് ബാങ്കിങ് ജോലി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിലുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. നമ്മൾ മറ്റേ 12th ഫെയിൽ സിനിമയിൽ കണ്ട പോലെ ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ഇതൊരു കടലാന്നറിഞ്ഞത്. എത്ര പിള്ളേർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എത്ര ടഫാണ് സംഭവം, സിലബസ്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവല്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷനായി. അയ്യോ, ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു, ഇത്രയും ടഫാണോ, ഇത്രയും ഒരു ഇതായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ളൊരിതല്ല, എന്തായാലും നേടാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. അത് അന്ന് മുതൽ ഇന്ന് വരെ എന്നിൽ നിന്നത് പോയിട്ടില്ല. അപ്പോൾ വർക്ക് ചെയ്യാം, എന്തായാലും കഷ്ടപ്പെടാമെന്നുള്ള രീതിയിൽ ഞാൻ വന്നു, പഠിക്കാൻ തുടങ്ങി. ഇവിടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നല്ല ബേസിക് ലെവലിൽ നമുക്ക് പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ആദ്യം ബേസിക്സ് മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങി. അതിനൊപ്പം തന്നെ ഇവിടുത്തെ ആപ്പിൽ നമുക്ക് ഒരു 100 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ ദിവസം നമുക്ക് ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിക്കണത്. ഞാനതൊരു 2 മന്ത്സിലേ ഞാനത് 100 ഡേയ്സ് തീർത്തു. ഡെയിലി അത് കണ്ട് മാക്സിമം ബേസിക്സ് സ്ട്രോങ് ആക്കുക. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കുക. കാരണം എത്രത്തോളം ബേസിക്സ് സ്ട്രോങ് ആണോ അത്രത്തോളം നല്ലതാണ് നമ്മളുടെ ബാക്കിയുള്ള പഠനവും ബാക്കിയുള്ള എക്സാംസിലൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ചൊരു 6 മാസം മെയിൻലി ബേസിക്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു. അങ്ങനെ അത് പഠിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനൊരു ട്രാക്കിലാണ്, അതുപോലെ തന്നെ എനിക്ക് പറ്റും. ഞാൻ പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതെല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ നല്ലൊരു ട്രാക്കിലാണ്. കാരണം ആദ്യം എഴുതുന്ന മോക്ക് ടെസ്റ്റിലും ഇപ്പോൾ അടുത്തെഴുതിയ മോക്ക് ടെസ്റ്റിലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ നമ്മളുടെ പഠിത്തത്തിലൊരു ഇൻക്രീസ് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാവാം. അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും, ഒന്നുകൂടി വർക്ക് ചെയ്താൽ ഒന്നുകൂടി നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു. കുറച്ചൊക്കെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഠിച്ച് അവസാനം ആദ്യം എഴുതിയ എക്സാംസിലെ പ്രിലിംസ് ഒന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം പഠിച്ചു തുടക്കത്തിലേ ഞാൻ എക്സാംസ് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പല ആൾക്കാരിലും ഞാൻ ലാക്ക് ചെയ്യണത് കണ്ടിട്ടുള്ളത്, ഇവരാരും തുടക്കത്തിൽ എക്സാമിന് അപ്ലൈ ചെയ്യില്ല. കാരണം വേക്കൻസി ഇല്ല, അതുപോലെ തന്നെ പൈസ കൂടുതലാണ്, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാനത് ആദ്യം മുതലേ എക്സാംസ് എല്ലാം എഴുതി. വേക്കൻസി ഇല്ലെങ്കിലും ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ എക്സാംസ് നമുക്ക് പുതിയ അനുഭവങ്ങളായിരിക്കും. അടുത്ത എക്സാമിൽ നമ്മൾ എന്ത് നോക്കണം, എവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യണത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വീണ്ടും പഠിച്ചു. അടുത്തടുത്ത എക്സാംസ് എഴുതി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞ് പിന്നീട് നെക്സ്റ്റ് ഒരു ബാങ്കിങ് എക്സാമിൻ്റെ ഒരു തുടക്കത്തിൽ മുതലേ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആക്കിയിട്ട് ബാക്കി എല്ലാ എക്സാംസ് എഴുതി. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി എഴുതിയ എല്ലാ എക്സാംസിനും പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്യി. RRBയുടെ ആണെങ്കിൽ മെയിൻസിൽ എനിക്ക് കുറച്ച് മാർക്കിനെ പോയത്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം അധികം കഷ്ടപ്പെട്ടിട്ടും കുറച്ച് മാർക്കിന് പോകുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും.
അങ്ങനെ അടുത്ത എക്സാംസ് IBPS ആണെങ്കിലും നല്ല രീതിയിൽ എഴുതി. ഇപ്പം എനിക്ക് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുള്ളത് IBPSലെ ക്ലർക്കാണ്. അത് ബാങ്ക് ഓഫ് ബറോഡയിൽ ക്ലർക്കായിട്ടാണ് എനിക്കിപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഫാക്കൽറ്റീസാണ്. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ എടുത്തു പറഞ്ഞ് ഇതാക്കിപ്പിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനോ ഫാക്കൽറ്റീസിനോ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു ജോലി കിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളൊന്ന് ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് തരുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. എവിടെയാണെങ്കിലും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഒരു സറൗണ്ടിങ്സും ഒക്കെ എൻവയോൺമെൻറ്റൊക്കെ നല്ലത് എന്തുകൊണ്ടും ICD കൊല്ലമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അതെല്ലാവരും ഇവിടെ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് പഠിപ്പിക്കുന്ന രീതി, എങ്ങനെയാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തൊരു തീരുമാനത്തിൽ എനിക്ക് റിഗ്രഷൻ ഇല്ല. കാരണം ഒരു 1.5-2 കൊല്ലത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അതിൽ ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ കിട്ടിയെങ്കിലും അടുത്ത എക്സാംസിനും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത്, ഇനി വരുന്ന ആസ്പിരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതുകൊണ്ട് ആരും 6 മാസം കൊണ്ട് ജോലി വാങ്ങിക്കാം എന്നുള്ളൊരു ഭാവത്തിൽ വരരുത്. ജോലി വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിൽ വരണം നമ്മൾ. കാരണം എങ്കിലാണ് നമുക്ക് ജോലി കിട്ടില്ല. 6 മാസം കൊണ്ട് ജോലി കിട്ടാം. അതുപോലെ തന്നെ നമ്മളെ ജോബിൻ്റെ സാലറി അതൊന്നും ആലോചിച്ച് ആരും വരരുത്. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടും. എന്തുകൊണ്ടും നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോലിയാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ച് അപേക്ഷിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും കൂടിയും ഫാസ്റ്റാണ് അതിൻ്റെ പ്രോസസ്സെല്ലാം. ഒരു 6 months 4 monthസിനുള്ളിൽ തന്നെ നമുക്ക് പോസ്റ്റിംഗ് വരെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. കാരണം ബാക്കി നമുക്കറിയാമല്ലോ സെൻട്രൽ ഗവൺമെൻറ് അലവൻസുകളും കാര്യങ്ങളെല്ലാം. ഇനി വരാൻ പോകുന്ന എക്സ്പീരിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആവുക, നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാതെ 6 മാസം കൊണ്ട് കിട്ടും, വെറുതെ വന്നാൽ കിട്ടും എന്നുള്ളൊരു ഇത് ആരിലും ഇല്ലാണ്ടിരിക്കുക. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സ്പീരിയൻസിനും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്.